വെൽക്കം ടു റിജു ആൻഡ് PSK ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്നലെ നിർത്തിയിരുന്ന കലോറിമെട്രിയുടെ കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ കലോറിമെട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോ ഓഫ് മിക്സറാണ്, അല്ലെങ്കിൽ ഹീറ്റ് ലോസ്റ്റ് ബൈ വൺ സിസ്റ്റം ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ അതറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതെല്ലാം സ്റ്റേറ്റ് ചേഞ്ച് ഇൻവോൾവഡ് ആയിട്ടുള്ള മിക്സിങ്ങുകളാണ്. അതായത് സ്റ്റീമും വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഐസും സ്റ്റീമും കൂടെ മിക്സ് ചെയ്യുന്നു, ഐസ് ആൻഡ് വാട്ടർ ആർ മിക്സഡ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് ഇൻവോൾവ് ചെയ്യാത്ത തരത്തിലുള്ള മിക്സിങ്ങുകൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ രണ്ട് ലിക്വിഡ്സ് ഉണ്ട്, രണ്ടോ മൂന്നോ ലിക്വിഡ്സ് ഉണ്ട്. ദേ ആർ കെപ്റ്റ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് നേച്ചർ. അപ്പോൾ നമ്മുടെ അടുത്ത് മൂന്ന് ലിക്വിഡ്സ് ആണുള്ളത്. എ എന്ന് പറയുന്ന കണ്ടെയ്നറിലൊരു ലിക്വിഡ്, അതുപോലെ ബി എന്ന് പറയുന്ന കണ്ടെയ്നറിലൊരു ലിക്വിഡ്, സി എന്ന് പറയുന്ന കണ്ടെയ്നറിലൊരു ലിക്വിഡ്. ആൻഡ് ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് സ്പെസിഫിക് കപ്പാസിറ്റീസ് ഓൾസോ. ഇതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി C1, C2, ഇതിൻ്റെ C3, ഇതിൻ്റെ മാസ് വരുന്നത് M1, ഇതിൻ്റെ M2, ഇതിൻ്റെ M3 എന്ന് വരും. നമുക്കിതിനെ ഏതൊക്കെ തരത്തിൽ മിക്സ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ സപ്പോസ് ഈ എയും ബിയും കൂടെ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. സപ്പോസ് ഐ എം മിക്സിങ് ദ ലിക്വിഡ് എ ആൻഡ് ബി. ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് T1, ഇതിൻ്റെ ടെമ്പറേച്ചർ T2 ആണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ T3 ആണ്. ഞാനിത് തിയറിയും പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം, അപ്പോഴേ കാര്യം ക്ലിയർ ആവുള്ളൂ നിങ്ങൾക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യുന്നു. അതായത് ബീക്കർ എയിലുള്ള ലിക്വിഡും ബീക്കർ ബിയിലുള്ള ലിക്വിഡും കൂടെ മിക്സ് ചെയ്യുന്നു. നൗ യു ആർ ഗെറ്റിംഗ് ടെമ്പറേച്ചർ. നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്മോൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എയും ബിയും കൂടിയല്ലേ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിനെ എന്തായിട്ട് എഴുതാണ്, ഇറ്റ് ഈസ് ടേക്കൺ ആസ് TAB എന്ന് എഴുതി. വെൻ യു ആർ മിക്സിങ് A and B, the final temperature of the mixer is TAB. ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്ത് മിക്സ് ചെയ്യുന്ന ആരെയാണ്, ഈ രണ്ടാൾക്കാരെയാണ് മിക്സ് ചെയ്യുന്നത്. നൗ യു ഗോട്ട് ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സർ ആസ് TBC. പക്ഷേ ഇവിടെ ഒന്നും എന്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് ചേഞ്ച് ഇൻവോൾവ് ചെയ്യുന്നില്ല. പകരം ഒരു ഇപ്പോൾ 100 ഡിഗ്രിയിലുള്ള വെള്ളവും 40 ഡിഗ്രിയിലുള്ള വെള്ളവും മിക്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. സ്റ്റേറ്റ് ചേഞ്ചുകളൊന്നുമില്ല, പകരം എന്ത് മാത്രമേ ഉള്ളൂ, ഇവരുടെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇനി ഇതാ ഈ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യാം. ഐ എം മിക്സിങ് A and C. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ TAC ആണ്. TABയും TACയും തന്നു കഴിഞ്ഞാൽ ഹൗ യു കുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് TAC. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. അങ്ങനെ വലിയ ഡീപ്പായിട്ടുള്ള തിയറി ഒന്നും ബുക്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. A and B ആർ മിക്സഡ്, സോ ടെമ്പറേച്ചർ ഇസ് T1, അല്ലെങ്കിൽ TAB. B and C ആർ മിക്സഡ്, സോ ദ ഫൈനൽ ടെമ്പറേച്ചർ ഇസ് TBC. സോ വെൻ യു ആർ മിക്സിങ് A and C, what is the final temperature of, what is the temperature of the mixture? എയും ബിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ TAB കിട്ടി, ബിയും സിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ TBC കിട്ടി. അങ്ങനെയാണെങ്കിൽ എയും സിയും കൂടെ മിക്സ് ചെയ്താൽ TAC എന്ന് കിട്ടും. അപ്പോൾ ആ TACയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു തിയറി ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വാല്യൂസ് ഒക്കെ വെച്ച് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്യുന്ന ആരെയാണ്, എനെയും ബീനെയും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ അവിടെ തന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3 ആണ് എന്ന് വിചാരിച്ചു. T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3 ആണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ തന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് എന്താ തിരിച്ചായിക്കൂടെ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. നമ്മൾ ഇത്ര കാര്യങ്ങൾ തന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ മാറ്റി കളഞ്ഞു നിങ്ങൾ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, എയും ബിയും കൂടെ മിക്സ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, ഒരാൾക്ക് ഹീറ്റ് ലോസ് ആവും, ഒരാൾക്ക് ഹീറ്റ് ഗെയിൻ ആവും, അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. സപ്പോസ് ഇപ്പോൾ എക്ക് ഹീറ്റ് ലോസ് ആണെങ്കിൽ ബിക്ക് ഹീറ്റ് ഗെയിൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം അവിടെ ഉറപ്പിച്ചോളൂ, A ഈസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് B ഈസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഞാനവിടെ എന്ത് എഴുതുന്നു, ഈ രണ്ടുപേരുടെ മിക്സിങ് എഴുതുമ്പോൾ ഹീറ്റ് ലോസ്റ്റ് ബൈ A, ഹീറ്റ് ലോസ്റ്റ് ബൈ A ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ P എന്ന് എഴുതാമല്ലോ. എക്ക് എത്ര ഹീറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ അത്രയും ഹീറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്, ബിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എക്ക് ലോസ് ആയ ഹീറ്റ് എങ്ങനെ എഴുതാം, മാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ M1 ആണ്. സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് എനെ നമുക്ക് എന്താ എഴുതാം, C1 എന്ന് എഴുതാം. എക്ക് സംഭവിച്ചിട്ടുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയായിരിക്കും മക്കളെ, എ ആദ്യം T1 ടെമ്പറേച്ചറിലായിരുന്നു, മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി, TAB ആയിട്ട് മാറി. സോ എക്ക് സംഭവിച്ചിട്ടുള്ള
ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? T1 മൈനസ് TAB ആണ്. A has lost heat energy from a temperature of T1 to TAB. അപ്പോൾ ഇതാണ് ഹീറ്റ് ലോസ്റ്റ് ബൈ A. ഹീറ്റ് ഗെയിൻഡ് ബൈ B എന്ന് പറഞ്ഞാൽ എത്ര വരും? മാസ് ഓഫ് B എന്ന് പറഞ്ഞാൽ അത് M2 C2. സിക്ക് വന്നുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? ആദ്യം T2 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായിട്ട് കൂടി? ഹീറ്റ് ഗെയിൻ ചെയ്യല്ലേ ചെയ്ത്, TAB ആയിട്ട് കൂടി. സോ അത് എത്രയാണ്? TAB മൈനസ് T2 എന്ന് വന്നു. അപ്പോൾ എയും ബിയും മിക്സ് ചെയ്തപ്പോഴത്തെ കാര്യം ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന ആരെയാണ്? ബീനെയും സീനെയും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതണം. എങ്ങനെ വരും? M2 C2. അപ്പോൾ ബീനേക്കാൾ ടെമ്പറേച്ചർ കുറവാണ് സി എന്ന് വിചാരിച്ചു. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ബൈ ബി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ സി. M2 C2 ഇൻറ്റു എത്ര വരും? T2 മൈനസ് TBC ഈസ് ഈക്വൽ ടു, സിക്ക് ഹീറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ അത് എത്രയായിട്ട് എഴുതാം? M3 C3 ഇൻറ്റു TBC മൈനസ് T3 എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. നമുക്ക് ഈ 3 പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എഴുതാനേ പറ്റും, അല്ലാണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു തിയറിയാണ്, കാരണം വാല്യൂസ് ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ, യു ആർ മിക്സിങ് A ആൻഡ് C. എ എന്താ? അതായത് എക്ക് ബീനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാണ്, ബിക്ക് സിനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ നാച്ചുറലി എയുടെ ടെമ്പറേച്ചർ സിയേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്കിവിടെ നേരത്തെ പറഞ്ഞ കാര്യം കൺക്ലൂഡ് ചെയ്യാം. T1 ആണ് കൂടുതൽ, T2 അതിനേക്കാൾ കുറച്ച് കുറവാണ്, T3 അതിനേക്കാൾ കുറച്ച് കുറവാണ്. അത് ആദ്യം പറഞ്ഞത് ഇപ്പം അവസാനം പറയുന്നതാണ് നല്ലതെന്ന് തോന്നി, അതാണ് ആദ്യം മാച്ച് കളഞ്ഞത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ എന്തെഴുതാം? ഹീറ്റ് ലോസ്റ്റ്, എയും സിയും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഹീറ്റ് ലോസ്റ്റ് ബൈ എ ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ സി. അതായത് M1 C1 ഇൻറ്റു T1 മൈനസ് TAC ഇസ് ഈക്വൽ ടു M3 C3 ഇൻറ്റു TAC മൈനസ് T3. ഇതിന് ഹീറ്റ് ലോസ് ആണ്, ഇതിന് ഹീറ്റ് ഗെയിൻ ആണ്. സോ 3 പേരുടെ ഇക്വേഷനായി. ഇനി സപ്പോസ് വാല്യൂസ് തന്നിട്ടുള്ളതാണെങ്കിൽ നമുക്കിവിടെ വാല്യൂസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ ചെയ്താലോ? ഇതിപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ തിയറി ഒന്ന് പറഞ്ഞത്. സാധാരണ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാറാണ് പതിവ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അത് തിയറിയെ പറ്റി കുറച്ചൊന്നും തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ലെങ്കിൽ ക്ലിയർ ആവില്ല എന്ന് തോന്നി. അപ്പോൾ ഓരോന്നിനും മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ലിക്വിഡ്സിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇതിപ്പോൾ ചിലർക്ക് ഒരു ബുദ്ധിമുട്ട്, കുറച്ചൊരു ടഫായിട്ട് തോന്നുന്നുണ്ടാവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കോളും. ഓക്കെ, സോ ഗോ ടു ദ ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 ഡിഫറെൻറ്റ് ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് ലിക്വിഡ്സ് A, B ആൻഡ് C. അപ്പോൾ അവരുടെ 3 പേരുടെയും സ്പെസിഫിക് കപ്പാസിറ്റീസ് ഡിഫറെൻ്റ് ആണ്. കാരണം സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ യു ആർ ഹാവിങ് 3 മെറ്റീരിയൽസ്. അപ്പോൾ A എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഉണ്ട്, അതേപോലെ തന്നെ B എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്, C എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഇവരുടെ സ്പെസിഫിക് കപ്പാസിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്ര വരണം? ഇത് CA എന്ന് എടുക്കാം, ഇത് CB എന്ന് എടുക്കാം, ഇത് C എന്ന് എടുക്കാം. ഒക്കെ ഡിഫറെൻ്റ് ആണ്, വാല്യൂസ് തന്നിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളോട് പറയുന്നത് A 10 ഗ്രാം ഉണ്ട്, 10 ഗ്രാം ഉണ്ട് A. B ആണെങ്കിൽ നമുക്കൊരു 20 ഗ്രാം എടുക്കാം അല്ലേ? 20 ഗ്രാം ഉണ്ട്. C എന്ന് പറയുന്നത് 30 ഗ്രാം. 30 വേണ്ട അല്ലേ? 30 40 എത്ര എടുക്കണ്ടേ? നമുക്ക് 40 ഗ്രാം എടുക്കാം, അല്ലെങ്കിൽ പിന്നെ അതൊരു കണ്ടിന്യൂഷൻ പോലെ ആവില്ലേ? ഇത് 40 ഗ്രാം ഉണ്ട്. ആൻഡ് A is kept at 20 degrees Celsius and B is kept at 40 degrees Celsius and C is kept at എത്ര വേണം? 50 degrees Celsius ആയിക്കോട്ടെ. അങ്ങനെ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുകളിൽ 3 ഡിഫറെൻറ്റ് ലിക്വിഡ്സിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നത് വെൻ യു ആർ മിക്സിങ് A ആൻഡ് B, എയും ബിയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുന്നു. എയും ബിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഫൈനൽ ടെമ്പറേച്ചർ ഒരു 25 degrees Celsius ആണ്. വെൻ യു ആർ മിക്സിങ് A ആൻഡ് B, ദ ഫൈനൽ ടെമ്പറേച്ചർ വാസ് 25 degree. ഇതേപോലെ തന്നെ വെൻ യു ആർ മിക്സിങ് B ആൻഡ് C, ബീനെ സീനെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ബിയും സിയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ടെമ്പറേച്ചർ വരുന്നത് 45 degrees Celsius ആണ്. When you are mixing B and C, you got the final temperature of the mixture as 45 degrees Celsius. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, what is the temperature of the mixture when you are mixing A and C? ഇത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരേ ഒരു ഫോർമുല എന്താണ്? ചേഞ്ച് ഇൻ
ടെമ്പറേച്ചർ മാത്രമേ വരുന്നുള്ളൂ. സോ ദ ഓൺലി ഫോർമുല ദാറ്റ് യു ഹാവ് ടു യൂസ് ഇസ് MC delta T. Heat gained by one is equal to the heat gained by other. Heat lost by one is equal to the heat gained by the other. അപ്പോൾ ആദ്യം നമുക്ക് എ ബിയുടെ നോക്കാം. എയും ബിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ വിൽ ഗെയിൻ ഹീറ്റ് എനർജി ആൻഡ് ബി വിൽ ലോസ് ഹീറ്റ് എനർജി. കാരണം ഇത് ഹൈ ടെമ്പറേച്ചറിലാണ്, ഇത് ഹീറ്റ് എനർജി കൊടുക്കും. ഇത് ലോ ടെമ്പറേച്ചറിലാണ്, ആ ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ എയും ബിയും കൂടെ മിക്സ് ചെയ്താലത്തെ ഇക്വേഷൻ ഒന്ന് പറയാൻ പറ്റുമോ നോക്കി. എയുടെ മാസ് വരുന്നത് എത്രയാണ്? ഈ ഇക്വേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഫോർ ദ ഫസ്റ്റ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ദ ഹീറ്റ് ലോസ്റ്റ് ബൈ ബി ഇസ് ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻഡ് ബൈ എ. അപ്പോൾ എക്ക് ഗെയിൻ ആയിട്ടുള്ള ഹീറ്റ് എനർജി എത്രയാണ്? മാസ് 10, സ്പെസിഫിക് കപ്പാസിറ്റി നമുക്ക് സി എന്ന് എഴുതാനേ നിവൃത്തിയുള്ളൂ. ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 20 ഡിഗ്രി ആയിരുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി? 25 മാറി. അപ്പോൾ എനിക്ക് എന്താ എഴുതണത്? 25 മൈനസ് 20 ഈസ് ഈക്വൽ ടു ബിക്ക് ഹീറ്റ് ലോസ് ആണ് വന്നിട്ടുള്ളത്. ബിയുടെ മാസ് എത്രയാ മാസ് നമ്മൾ എടുത്തിട്ടുള്ളത്? 20 ഗ്രാം അല്ലേ എടുത്തിട്ടുള്ളത്. ബിയുടെ മാസ് വരുന്നത് 20 ഗ്രാം ആണ്. ബിയുടെ സ്പെസിഫിക് കപ്പാസിറ്റി CB എന്ന് എഴുതാനേ പറ്റുള്ളൂ. ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ് വരുന്നത്? ആദ്യം 40 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു? 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു. സോ ഇൻറ്റു 40 മൈനസ് 25 എന്ന് കിട്ടും. 25 മൈനസ് 20 ഇതാണെങ്കിൽ 40 മൈനസ് 25. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ 5 ഇൻറ്റു 10 50 ഇൻറ്റു CA ഈക്വൽ ടു ഇത് എത്രയാണ് മക്കളെ വരുന്നത്? 40 ന്ന് 25 പോയി കഴിഞ്ഞാൽ 15. 15 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 300 CB എന്ന് കിട്ടും. അതായത് CA ഡിവൈഡഡ് ബൈ CB ഈക്വൽ ടു 6 അല്ലേ വരുന്നത്. CB ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ 300 ഡിവൈഡഡ് ബൈ 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 10 ഇൻറ്റു 5 50. അതെ, കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റാണ്. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അടുത്ത ആരെ മിക്സ് ചെയ്യാം. ഇനി കാര്യങ്ങൾ കുറേ കൂടെ ഫാസ്റ്റ് ആവും. ബിയും സിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ബിയും സിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബി വിൽ ഗെയിൻ ഹീറ്റ് എനർജി ആൻഡ് സി വിൽ ലോസ് ഹീറ്റ് എനർജി. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ബൈ സി ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ എ, ഹീറ്റ് ഗെയിൻഡ് ബൈ ബി. അപ്പോൾ ബിക്ക് കിട്ടിയിട്ടുള്ള ഹീറ്റ് എനർജി, ബിയുടെ മാസ് വരുന്നത് 20 ഗ്രാം, സ്പെസിഫിക് കപ്പാസിറ്റി CB ഇൻറ്റു ഡെൽറ്റ ടി എത്ര വരും? ആദ്യം 40 ആയിരുന്നു, അത് എത്രയായിട്ട് റൈസ് ചെയ്തു? 45 ആയിട്ട് റൈസ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 45 മൈനസ് 40 ദാറ്റ് ഈസ് 5 ഈക്വൽ ടു മാസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 40 ഗ്രാം ആണ്. സ്പെസിഫിക് കപ്പാസിറ്റി CC, അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 50 ആയിരുന്നു. മിക്സ് ചെയ്തപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? സിയും ബിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ അത് 45 ആയിട്ട് കുറഞ്ഞു. സോ 50 മൈനസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ 5 ആൻഡ് 5 വിൽ ബി ക്യാൻസൽ. അപ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? CB ഡിവൈഡഡ് ബൈ CC ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? CB ഡിവൈഡഡ് ബൈ CC ഇസ് ഈക്വൽ ടു 40/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഈ രണ്ടിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ദീസ് 2 ഇക്വേഷൻസ്. ഈ രണ്ട് പേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CB ആൻഡ് CB വിൽ ക്യാൻസൽ. സോ ബാക്കി നമുക്ക് അവിടെ റിമൈൻഡ് ചെയ്യുന്ന എന്താണ്? CA നിൽക്കും. അത് ഞാൻ ആ സ്റ്റെപ്പൊന്നും ഞാൻ എഴുതുന്നില്ല കേട്ടോ, നിങ്ങളത് എഴുതി നോക്കിക്കോളൂ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിനോമിനേറ്ററിലാണ്, ഇത് ന്യൂമറേറ്ററിലാണ്. മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ഐ എം ഡൂയിങ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. CA ഡിവൈഡഡ് ബൈ CC ആണ് കിട്ടുന്നത്. വെൻ യു മൾട്ടിപ്ലൈ ദിസ് ഇസ് 6 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് അതവിടെ കിടക്കട്ടെ എന്ന്. ഇനിയിപ്പോൾ നമുക്ക് ആരെയും മിക്സ് ചെയ്യേണ്ടത്? എനെയും സീനെയാണ് മിക്സ് ചെയ്യേണ്ടത്. എയും സിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ ഇപ്പോൾ തൽക്കാലത്തേക്ക് T ആണെന്ന് വിചാരിക്കുക. ഫൈനൽ ടെമ്പറേച്ചർ തൽക്കാലത്തേക്ക് T ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഉറപ്പല്ലേ, ഇത് ഹൈ ടെമ്പറേച്ചറിലാണ്, ഇത് ലോ ടെമ്പറേച്ചറിലാണ്. സോ എ വിൽ ഗെയിൻ ഹീറ്റ് എനർജി ആൻഡ് സി വിൽ ലോസ് ഹീറ്റ് എനർജി. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ബൈ എ ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് ബൈ സി. മാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 10 ആണ്. സ്പെസിഫിക് കപ്പാസിറ്റി CA. ഡെൽറ്റ ടി ഇവിടെ എത്ര വരും? ഇനീഷ്യൽ ടെമ്പറേച്ചർ 20 ആണ്, അത് കൂടിയിട്ട് എത്രയായിട്ടുണ്ട്? T ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തേ എഴുതാൻ പറ്റുള്ളൂ? T മൈനസ് 20 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. എക്ക് ഹീറ്റ് സി ഹൈ ടെമ്പറേച്ചറിലാണ്. സോ ഹീറ്റ് സിയിൽ നിന്ന് പുറത്തേക്ക് വരും, അത് ആര് അബ്സോർബ് ചെയ്യും? എ അബ്സോർബ് ചെയ്യും. സോ എയുടെ ടെമ്പറേച്ചർ 20 ഡിഗ്രിയിൽ നിന്ന് T ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൈ ദ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T മൈനസ് 20 ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? മാസ് ഓഫ് സി 40 ഇൻറ്റു CC ഇൻറ്റു ഡെൽറ്റ ടി എത്ര വരും? 50 ആയിരുന്നു, അത് എത്രയായിട്ട് കുറയുന്നുണ്ട്? ഹീറ്റ് ലോസ് ആയി T ആയിട്ട് മാറി. അപ്പോൾ അതെന്തായി? 50 മൈനസ് T എന്നായി. നമുക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായാലും ഞാനൊന്ന് മാച്ച് അല്ല വേണ്ട, വിൽ ഗോ ടു ദ
നെക്സ്റ്റ് പേജ്, ദാറ്റ് വിൽ ബി ഫൈൻ. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 ഇൻറ്റു CA ഇൻറ്റു T-20 ഇവിടെ ഇടുന്നതിനേക്കാൾ നല്ലത് അപ്പുറത്തെ പേജിലേക്ക് പോവാണ്. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. എന്താ വരുന്നത്? 10 ഇൻറ്റു CA ഇൻറ്റു T-20 ഇസ് ഈക്വൽ ടു നമ്മുടെ ഇതെന്തായിരുന്നു? 40 ഇൻറ്റു CC ഇൻറ്റു 50 മൈനസ് T. 40 ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് C ഇൻറ്റു 50 മൈനസ് T എന്ന് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി പോയല്ലോ, 4 അല്ലേ. നമുക്ക് ബാക്കി എന്താ വരുന്നത്? CA ഡിവൈഡഡ് ബൈ CC. ഈ CCനെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരിക. ഇത് CC താഴേക്കും വന്നു, ഇത് ഇപ്പുറത്തോട്ടും പോയി. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് വരും? ഈക്വൽ ടു 4 ഇൻറ്റു 50 മൈനസ് T ഡിവൈഡഡ് ബൈ T-20. 50 മൈനസ് T ഡിവൈഡ് ബൈ T-20. മനസ്സിലാത്തവരും നോക്കിക്കോളൂ. നമ്മൾ എൻ്റെയും സിൻ്റെയും മിക്സിംഗ് ആണ് നോക്കുന്നത്. എ വിൽ ഗെയിൻ ഹീറ്റ് എനർജി ആൻഡ് സി വിൽ ലോസ് ഹീറ്റ് എനർജി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എഴുതി. നമുക്ക് അറിയാത്തതുകൊണ്ട് ടിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടി എന്തായാലും 20യേക്കാൾ കൂടുതലാണ്, എന്നാൽ 50യേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ T-20, ഇവിടെ 50 മൈനസ് T വന്നത്. പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി കാൽക്കുലേഷൻസും കംപ്ലീറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഈ ഒരു കാര്യം എന്ന് ഓർമ്മിച്ച് നോക്കിയേ, CA ബൈ CC ഈക്വൽ ടു 12 ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളോട് ചെയ്ത് വെച്ചിരുന്നത്. ആ CA ബൈ CC ഈക്വൽ ടു 12 എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? CA ഡിവൈഡഡ് ബൈ CC ഇസ് ഈക്വൽ ടു 12 ഈക്വൽ ടു 4 ഇൻറ്റു 50 മൈനസ് T ഡിവൈഡഡ് ബൈ T-20. 3 ടൈംസ് പോയി. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 3T മൈനസ് 60 അല്ലേ വരുന്നത്. ഇതിപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 3T മൈനസ് 60 ഇസ് ഈക്വൽ ടു 50 മൈനസ് T എന്ന് വരും. അപ്പോൾ ഇതിങ്ങോട്ട് വരട്ടെ, ഇതിപ്പുറത്തോട്ട് പോട്ടെ. 3T പ്ലസ് T 4T ആയി ഈക്വൽ ടു 110. സോ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഓഫ് A ആൻഡ് C ഇസ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 4. 110/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 27.5 ഡിഗ്രി സെൽഷ്യസിന് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് എ ആൻസർ. അതങ്ങനെ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. CACC ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനെ ഞാൻ ആദ്യം തിയറി പറഞ്ഞത് ജസ്റ്റ് ഒന്ന് തറവായിക്കോട്ടെ, മെത്തേഡ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇതുപോലത്തെ 3-4 എക്സാമ്പിൾസ് നമ്മുടെ മെറ്റീരിയൽ കാണാം. ചെയ്ത് പഠിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി എന്നാൽ കലോറിമെട്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം, ആക്ച്വലി നിങ്ങളുടെ NCERT ടെക്സ്റ്റിനകത്ത് വേറൊരു ടോപ്പിക്കായിട്ട് ലാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിലേക്ക് നമുക്ക് നോക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് പോവാം. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കമൻറ്റ് ചെയ്തതിലൊക്കെ അത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണെങ്കിലും ഇപ്പോൾ ഈ ഹീറ്റിങ്ങും കൂളിംഗും ഒക്കെ നമുക്ക് ഈ കലോറിമീറ്ററുടെ ഒപ്പം തന്നെ അങ്ങ് പറഞ്ഞു പോകാം. So the topic that we have to discuss is Newton's law of cooling. Newton's of cooling. അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ റേറ്റ് ഓഫ് കൂളിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലോ ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് റേറ്റ് ഓഫ് കൂളിംഗ്? റേറ്റ് എന്ന് പറഞ്ഞാൽ എനി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാലോ, ഇഫ് ദ സിസ്റ്റം കണ്ടിന്യൂസ്ലി ലോസസ് ദ ഹീറ്റ് എനർജി, അതാണല്ലോ കൂളിംഗ്. ഇഫ് ദ സിസ്റ്റം കണ്ടിന്യൂസ്ലി ലോസസ് ദ ഹീറ്റ് എനർജി, ദ amount of heat energy that lost by the system per unit time is called as the rate of cooling. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് കൂളിങ്ങിനെ ഒരു ഇക്വേഷൻ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ എന്ത് പറയാം? റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം പെർ യൂണിറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. കാരണം dQ/dt എന്ന് പറഞ്ഞാൽ പ്ലസ് dQ/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റിംഗ് ആണ്. ഇതാണ്
ലോസ് ചെയ്ത ഹീറ്റ് എനർജി എന്ന് പറയുമ്പോൾ സിസ്റ്റം കണ്ടിന്യൂസ്ലി ലോസസ് ദ ഹീറ്റ് റൈറ്റ്. അപ്പോൾ അവിടെ എന്ത് സൈൻ കൊടുക്കണം? ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ റേറ്റ് ഓഫ് കൂളിംഗ് എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വാലിഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ ന്യൂമറിക്കൽ ആസ്പെക്ട്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വാലിഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് മസ്റ്റ് ബി വെരി സ്മോൾ. ഇപ്പോൾ ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ ഒരു 25 ഡിഗ്രി 26 ഡിഗ്രിയാണ്. ഇവിടെ ഞാൻ അത്യാവശ്യം ഒരു വിത്തിൻ ഒരു 80-90 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ ഒരു 60-70 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അത് വല്ലാണ്ട് ഹ്യൂജ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നുമല്ല. സിസ്റ്റം ടെമ്പറേച്ചർ സറൗണ്ടിങ് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു മോഡറേറ്റ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ യു ക്യാൻ യൂസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട പോയിന്റ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഈസ് വാലിഡ് ഓൺലി വെൻ ദർ ഈസ് എ മോഡറേറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ അതൊന്ന്. ഇനി അതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർഫസ് ഏരിയ എക്സ്പോസ്ഡ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ചായ കിട്ടിക്കഴിഞ്ഞാൽ ആ ചായ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി എന്താ ചെയ്യുക? വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കും. ചോറ് നമ്മൾ നല്ല ചൂടുള്ള ചോറാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെ പാത്രത്തിലൊന്ന് പരത്തിയിടും. അപ്പോൾ എന്തായി? അവിടെ എക്സ്പോസ് ചെയ്ത ഏരിയ കൂടി. എക്സ്പോസ് ചെയ്ത ഏരിയ കൂടുന്തോറും അവിടുന്ന് റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എവിടേക്കാണ്? ഒന്ന്, ഈ ഡെൽറ്റ ടി എന്തായിരിക്കണം? സ്മോൾ ആയിരിക്കണം. വല്ലാണ്ട് ടെമ്പറേച്ചർ ഇപ്പോൾ 1000-2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. ഒരു വിത്തിൻ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ആൻഡ് ദ റേറ്റ് ഓഫ് കൂളിംഗ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർഫസ് ഏരിയ എക്സ്പോസ്ഡ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇനി മറ്റേ ചായ എടുക്കുമ്പോൾ, ചൂട് ചായ എടുക്കുമ്പോൾ നമ്മൾ അതിനൊരിക്കലും ചെറിയ ഗ്ലാസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കും. സോ ഏരിയ ഓഫ് കോൺടാക്ട് എക്സ്പോസ് ചെയ്തു. ഏരിയ ഓഫ് കോൺടാക്ട് എക്സ്പോസ് ചെയ്യുന്നതോറും അവിടുന്ന് ലോസ് ആവുന്ന ഹീറ്റ് എനർജി കൂടും. ഒരു സെക്കൻഡിൽ ലോസ് ആവുന്ന ഹീറ്റ് എനർജി കൂടും. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിലാണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് റേറ്റ് ഓഫ് കൂളിംഗിൽ വ്യത്യാസം വരും. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്തോറും ഇപ്പോൾ ഈ റൂമിനകത്ത് ഞാനൊരു 100 ഒരു പാത്രത്തിൽ ഒരു 90 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം കൊണ്ടുവയ്ക്കുന്നു, 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം കൊണ്ടുവയ്ക്കുന്നു. അവിടെ കൂടുതൽ റേറ്റ് ഓഫ് കൂളിംഗ് ഏതിനായിരിക്കും? ഹൈ ടെമ്പറേച്ചറിനുള്ളതിനായിരിക്കും. കാരണം റൂമുമായിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയാണ്. തെർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ദ ലോസ് ഓഫ് ഹീറ്റ് എനർജി വിൽ ബി മച്ച്. അപ്പോൾ എത്രത്തോളം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടോ അത്രത്തോളം ഹീറ്റ് ലോസിൻ്റെ റേറ്റും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് പറഞ്ഞു കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നേച്ചർ ഓഫ് മെറ്റീരിയലിലും പിന്നെ ഒന്ന് ഡെൽറ്റ ടിയിലും. പിന്നെ ഓൾറെഡി സർഫസ് ഏരിയ എക്സ്പോസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്താക്കി മാറ്റണം? ഒരു ഇക്വേഷനാക്കി മാറ്റണം. ഇക്വേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ -dq/dt റേറ്റ് ഓഫ് കൂളിംഗ് ആണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. T0 means the temperature of the surrounding and T represents the temperature of the system. സിസ്റ്റം ഹൈ ടെമ്പറേച്ചറിലാണെങ്കിലാണ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് എനർജി പോവുക. അപ്പോൾ നമുക്കിതിനെ എന്താക്കി മാറ്റണം? ഒരു ഇക്വേഷനാക്കി മാറ്റണം. പിന്നെ നേച്ചർ ഓഫ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഏരിയ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു. -dq/dt is equal to some constant, and this constant satisfies the dependence of surface area and nature of the material, k into T minus T0. and T0 എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ ആണ്. T0 represents സറൗണ്ടിങ് ടെമ്പറേച്ചർ ആൻഡ് ടി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ ആണ്. അതായത് ഇപ്പോൾ 90 ഡിഗ്രിയിലുള്ള വെള്ളം 80 ഡിഗ്രി ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഏതായിട്ട് എടുക്കും? യു കനോട്ട് ടേക്ക് 90 or 80. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് വാല്യൂ എടുക്കുന്നു. സോ ടി റെപ്രസെൻറ്റ്സ് T1 + T2/2.
ഇനീഷ്യൽ ടെമ്പറേച്ചർ പ്ലസ് ഫൈനൽ ടെമ്പറേച്ചർ, അതിന് രണ്ടെണ്ണത്തിൻ്റെയും ആവറേജ് ആണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഈ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതിക്കൂടെ? ഇതിപ്പോൾ ഡിഫറൻഷ്യൽ ഡെൽറ്റ ഫോമിലാണ്. നമ്മളതിന് ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി, അല്ലെങ്കിൽ നിങ്ങളതിന് ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി എങ്ങനെ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക്. ഇപ്പോൾ ഡി ക്യൂ അല്ലേ, ഇത് നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ. ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജി കൂടുതലായിരുന്നു, ഇനീഷ്യലി കുറച്ചധികം ഹീറ്റ് എനർജി ഉണ്ടായിരുന്നു. ആ ഹീറ്റ് എനർജി അത് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ മൈനസ് അവിടെ നിൽക്കട്ടെ, ഡി ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതാം? സാധാരണ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി, അങ്ങനെയല്ല എഴുതാറുള്ളത്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ Q1 മൈനസ് Q2 എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അത് ആ നെഗറ്റീവ് എവിടെ പോയി എന്നൊക്കെ ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ ടി. ഇതിനെ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ഡിവൈഡ് ബൈ ടി ഈക്വൽ ടു K ഇൻറ്റു ടി മൈനസ് T0 എന്ന് എഴുതാം. ഇത് മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു K ഇൻറ്റു ടി മൈനസ് T0. ഇതാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് തരില്ല? ഈ Q1ൻ്റെ വാല്യൂം Q2ൻ്റെ വാല്യൂം തരില്ല. ഇനീഷ്യൽ ഹീറ്റ് എനർജി എത്രയാണ്, ഫൈനൽ ഹീറ്റ് എനർജി എത്രയാണെന്ന് തരില്ല. തന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഈ Q1 മൈനസ് Q2ന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. നിങ്ങൾക്ക് ചിലപ്പോൾ പറയും ഇനീഷ്യലി Q1 കലോറി ഉണ്ടായിരുന്നു, ഫൈനലി Q2 കലോറി ആയി. അങ്ങനെ പറഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി യൂസ് ദിസ് ഇക്വേഷൻ. അങ്ങനെ പറയാതെ യു ആർ ഗിവൻ ലൈക്ക് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം വാസ് T1 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം വാസ് T2 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ തന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഹീറ്റിനെ എന്തിലേക്ക് മാറ്റേണ്ടി വരും? ടെമ്പറേച്ചറിൻ്റെ ടൈമിലേക്ക് മാറ്റേണ്ടി വരും. രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ ഹീറ്റ് എനർജിയിലുള്ള ഡിഫറൻസും ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസും ദേ വിൽ ബി ഐഡൻറ്റിക്കൽ. അപ്പോൾ നമുക്ക് ഈ Q1 മൈനസ് Q2ന് പകരം എന്ത് എഴുതിയാൽ മതി? യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു K ഇൻറ്റു ടി മൈനസ് T0 എന്ന് പറയാം. അപ്പോൾ പലർക്കും സംശയം തോന്നും, അതെങ്ങനെയാണ് നമ്മൾ ഇത് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി പെർ യൂണിറ്റ് ടൈമും അത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പെർ യൂണിറ്റ് ടൈമും അല്ലേ എന്ന് തോന്നും. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിലും രണ്ടും സെയിം ആണ്. കാരണം എത്ര ഹീറ്റ് എനർജി കുറയുന്നുണ്ടോ, ദ ഹീറ്റ് ലോസ്റ്റ് പെർ യൂണിറ്റ് ടൈം ഈസ് ഈക്വലന്റ് ടു ദ ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച്ഡ് പെർ യൂണിറ്റ് ടൈം. അതായത് ഇതിൽ ഡി ടി ടൈമിൽ ഡി ക്യൂ ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ഡി ക്യൂ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡി ക്യൂ ഹീറ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും? ഡി ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞ ലോസ് ഓഫ് ഹീറ്റ് എനർജിക്ക് ഈക്വലൻ്റ് ആണ് ആര്? ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത്. ഇത് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി പെർ യൂണിറ്റ് ടൈമും ഇത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പെർ യൂണിറ്റ് ടൈമുമാണ്. ആസ് ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ഹീറ്റ് എനർജി, ദ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി പെർ യൂണിറ്റ് ടൈം ക്യാൻ ബി ടേക്കൺ ഈക്വലൻ്റ് ആസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേഷ്യോയിലും ഡി ക്യൂ ബൈ ഡി ടിക്കും ഡി ടി ബൈ ഡി ടിക്കും കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ട് ഹീറ്റ് തരാതെ ടെമ്പറേച്ചർ തന്നാൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതാണ് ഞാൻ. ഇപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇതിന് കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ഈ ഫോമുല യൂസ് ചെയ്യാം. അപ്പോൾ ഹീറ്റ് തരാതെ ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു യൂസ് ദാറ്റ് ഫോമുല. മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വലുതാക്കി എഴുതാൻ പറ്റുമല്ലോ. ആ ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ദിസ് ടി ക്യാൻ ബി റിട്ടൺ ആസ് T1 പ്ലസ് T2 ഡിവൈഡഡ് ബൈ 2 മൈനസ് T0 എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫൈനലി യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു K ഇൻറ്റു T1 പ്ലസ് T2 ഡിവൈഡഡ് ബൈ 2 മൈനസ് T0. ദിസ് ഇസ് വാട്ട് വി ആർ യൂസിങ് ഫോർ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. ഈ ഫോർമുലയാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. ഇത് വെച്ച് ചെയ്താൽ മതി. വേറെ ലോഗരിതമിക് ഫോർമാറ്റൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്പോണൻഷ്യൽ ഫോർമാറ്റൊക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ഫോർമുല. അപ്പോൾ നമുക്കിവിടെ ഇനി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആയി. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ അവിടെ പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ നിങ്ങളെ,
ഇതിൽ പലർക്കും സംശയം തോന്നാൻ സാധ്യതയുള്ളത് ഇതിലാണ്. ഇവിടെ Q1 - Q2 എഴുതി, പിന്നെ അത് ഡയറക്റ്റായിട്ട് T1 - T2ലേക്ക് വന്നു. അതിലാണ് മിക്കവാറും പേർക്കും സംശയം വരാൻ സാധ്യതയുള്ളത്. അതിനാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നത്. അതായത് യൂണിറ്റ് ടൈമിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ ഹീറ്റ് എനർജിക്കും യൂണിറ്റ് ടൈമിൽ സംഭവിക്കുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും രണ്ടും ഈക്വലൻ്റ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര ഹീറ്റ് എനർജി ലോസ് ആയിട്ടുണ്ടോ അതേ റേറ്റിൽ തന്നെയാണ് ആരും കുറയുന്നത്, ടെമ്പറേച്ചറും കുറയുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോട്ടിലൊരു കാര്യം എഴുതി വെച്ചോളൂ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണെങ്കിലും ഹീറ്റ് എനർജി ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണെങ്കിലും ദേ വിൽ ബി ഐഡിയൽ അല്ലെങ്കിൽ ദേ വിൽ ബി ഐഡൻറ്റിക്കൽ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി ആൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആർ ദ സെയിം. അതുകൊണ്ടാണ് dQ/dt എന്താക്കി എഴുതിയത്, dT/dt എന്ന് എഴുതിയത്. അതിപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ, ഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് തന്നെ ചെയ്തോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നമുക്ക്. അതായത് ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ റേറ്റ് ഓഫ് കൂളിംഗ്. അപ്പോൾ റേറ്റ് ഓഫ് കൂളിങ്ങിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണല്ലോ കിട്ടുന്നത്. നമ്മളുടെ ഫോർമുല എന്തായിരുന്നു, റേറ്റ് ഓഫ് കൂളിംഗ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആ K എന്ന് തന്നെ എഴുതിയാൽ മതി, T - T0 ആണ്. T0 എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ആണ്. ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇപ്പോൾ തന്നെ നോട്ടിൽ എഴുതി വയ്ക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വാലിഡ് ആയിരിക്കണമെങ്കിൽ ഫോർ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ടു ബി വാലിഡ്, എവിടെ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇത് വാലിഡ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, T0 ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. റൂം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ എഴുതാൻ പറ്റുള്ളൂ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വാലിഡ് ആണ്, അത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇതുപോലെയുള്ള ചെറിയ കുറേ പോയിന്റുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് എടുത്ത് പറയാൻ കാരണം. ടെമ്പറേച്ചർ ഡിഫറൻസ് സ്മോൾ ആയിരിക്കണം, സറൗണ്ടിങ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സർഫസ് ഏരിയ എക്സ്പോസിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും, ന്യൂട്ടൺസ് ലോ ഓഫ് റേറ്റ് ഓഫ് കൂളിംഗ് മാറിക്കൊണ്ടിരിക്കും. ആ സർഫസ് ഏരിയനെയും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയും എല്ലാം ഉൾക്കൊണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് K. അതിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് ചേഞ്ചസ് ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് വാല്യൂ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, അത് ഈ Kയുടെ വാല്യൂ അറിയാതെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. K എന്ന് പറയുന്നത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല, ജസ്റ്റ് ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പോൾ പലർക്കും നമ്മൾ അപ്പോൾ K തരാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി K കണ്ടുപിടിക്കണോ, K കണ്ടുപിടിക്കാം നമുക്ക്. അത് ഓരോ മെറ്റീരിയലിനും ഓരോ ലിക്വിഡിനും അത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ടൊരു വാല്യൂ തരാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുവേ അവിടെ ഒരു കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ് ഒരു വാല്യൂ വേണ്ടേ, ആ കോൺസ്റ്റൻറ്റ് നമുക്ക് ഇവിടെ ആ കോൺസ്റ്റൻറ്റ് നമുക്കൊരു വാല്യൂ പറയാൻ പറ്റില്ല, കാരണം അത് ഓരോ ലിക്വിഡിനും അല്ലെങ്കിൽ ഓരോ സോളിഡിനും അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് കൂളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് വാലിഡ് ആവണമെങ്കിൽ റൂം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ നമ്മൾ നോക്കുമ്പോഴേ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ദിസ് റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, T - T0 ആണ്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ΔT ആയിട്ട് പറയുന്നത്. സോ റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതിൻ്റെ അർത്ഥം സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ചേഞ്ച് എത്രയും കൂടുതലാണോ അതിനനുസരിച്ച് റേറ്റ് ഓഫ് കൂളിംഗ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ അടുത്ത് ആദ്യം ഹൈ ടെമ്പറേച്ചറിലുള്ള കുറച്ച് നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിനെ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇപ്പോൾ വെള്ളം ചൂടാക്കി എന്ന് തന്നെ വിചാരിച്ചോ, ഒരു 90-95 ഡിഗ്രിയിൽ വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ ഈ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. ഇപ്പോൾ വെള്ളവും ഈ റൂമും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 90 - 24 ആണ്. 90 - 24 ആണ്. അപ്പോൾ കൂളിംഗ് നടക്കുമല്ലോ. വെള്ളത്തിൽ നിന്ന് റൂമിലേക്ക് ഹീറ്റ് എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വെള്ളത്തിൽ നിന്ന് ഹീറ്റ് എനർജി റേഡിയേറ്റ് ചെയ്യും തോറും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറയില്ലേ? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയും. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയുന്നു. ഇത് പലർക്കും കത്താൻ ഒരു ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇനീഷ്യലി ലിക്വിഡ് ഹൈ ടെമ്പറേച്ചറിലാണ്, അത് സറൗണ്ടിങ്ങിൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് വെക്കുന്നു. സോ അവിടെ ഹീറ്റ് എനർജി ലോസ് ആയി. സോ വെൻ ഹീറ്റ് എനർജി ലോസസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഡിക്രീസസ്. വെള്ളം തണുക്കുകയല്ല ചെയ്യുന്നത്. വെള്ളം തണുക്കും തോറും വെള്ളവും റൂമും തമ്മിലുള്ള ടെമ്പറേച്ചർ കുറഞ്ഞു. വെള്ളവും റൂമും തമ്മിലുള്ള ടെമ്പറേച്ചർ കുറഞ്ഞാൽ റേറ്റ് ഓഫ് കൂളിംഗ് കുറയില്ലേ? റേറ്റ് ഓഫ് കൂളിംഗ് കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടൈം ഓഫ് കൂളിംഗ് കൂടുകയാണ്.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് വെള്ളം തണുക്കുന്നു, വെള്ളം തണുക്കും തോറും വെള്ളവും റൂമും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയും. വെള്ളവും റൂമും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞാൽ റേറ്റ് ഓഫ് കൂളിംഗ് കുറയും. കാരണം റേറ്റ് ഓഫ് കൂളിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ്. വെൻ ദ വാട്ടർ കൂൾസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിക്രീസസ്. വെൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിക്രീസസ് റേറ്റ് ഓഫ് കൂളിംഗ് ഡിക്രീസസ്. റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? കൂടുതൽ സമയം എടുക്കും. വെൻ റേറ്റ് ഓഫ് കൂളിംഗ് ഡിക്രീസസ് മീൻസ് ദ ടൈം ഓഫ് കൂളിംഗ് ഇൻക്രീസസ്. അപ്പോൾ തണുക്കും തോറും എന്ത് വേണ്ടി വരും? തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടേയിരിക്കും. വെൻ ദ ലിക്വിഡ് ഗ്രാജുവലി കൂൾസ് the temperature difference decreases and the time of cooling will increase. ടൈം ഓഫ് കൂളിംഗ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ് കുറയുന്നു. ഇത് നമ്മളവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. വിൽ ഡു എ ക്വസ്റ്റ്യൻ. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പലർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 90 വേണ്ട, നമുക്കൊരു 80 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന വാട്ടർ ആണെന്ന് വിചാരിക്കുക. സം ലിക്വിഡ് വാട്ടർ എന്ന് തന്നെയില്ല, 80 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന വാട്ടർ. ഇതിന് 80 ഡിഗ്രിയിൽ നിന്ന് 75 ഡിഗ്രി ആവാൻ, 80 ഡിഗ്രിയിൽ നിന്ന് 75 ഡിഗ്രി ആവണം. അതിനുവേണ്ടി അത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 75 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എത്ര ഡിഗ്രി ആവണം? 70 എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. 70 വേണ്ട, നമുക്ക് 65 ഡിഗ്രി ആവാൻ എത്ര സമയം എടുക്കും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 80ൽ നിന്ന് 75 ആവാൻ 2 മിനിറ്റ് എടുക്കും. 75ൽ നിന്ന് 65 ആവാൻ എത്ര സമയം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ. അതിന് അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ഇതിന് ചെയ്യാം കേട്ടോ. റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉദ്ദേശം എത്രയായിട്ട് എടുക്കാം? 25 ഡിഗ്രി. ഈ റൂമിൻ്റെ ടെമ്പറേച്ചറിന് എടുക്കാം 25 ഡിഗ്രി. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും, ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ മറന്നിട്ടില്ലല്ലോ. എന്താ? T1 - T2 / 2 = K × T1 + T2 / 2 - T0 ആണ്. അപ്പോൾ അത് വെച്ച് T1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, ഇതാണ് ഫൈനൽ ടെമ്പറേച്ചർ. അപ്പോൾ T1 - T2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 80 - 75, 5 / അതിന് വേണ്ടി വന്ന സമയം എത്രയാണ്? 2 മിനിറ്റ് ആണ്. = പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻറ്റു T1 + T2 / 2 അല്ലേ? T1 + T2 എന്ന് പറഞ്ഞാൽ 80 + 75. 80 + 75 എന്ന് പറയുമ്പോൾ 80 + 75 / 2. അപ്പോൾ അത് 77.5 എന്നല്ലേ കിട്ടാം? 80 + 77 80 + 70 അതെ 77.5 കിട്ടും. മൈനസ് റൂം ടെമ്പറേച്ചർ എത്രയാണ്? 25 ആണ്. കെ കണ്ടുപിടിക്കേണ്ട ആരും ഇതിൽ നിന്ന് ഇപ്പോൾ കെ കിട്ടുമല്ലോ എന്ന് തോന്നുന്നു. കെ കണ്ടുപിടിക്കുക വേണ്ട നിങ്ങൾ ഇതിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അല്ല അടുത്ത ടേം നോക്കി. 75ൽ നിന്ന് 65 ആവുന്നു. ഇനീഷ്യൽ 75, ഫൈനൽ 65. അപ്പോൾ എത്ര വന്നു? 75 - 65. T1 - T2 10 വരുന്നത്. അതിന് എത്ര സമയം വേണം? അറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. = K × അതേ കെ തന്നെയായിരിക്കുമല്ലോ ഇവിടെയും വരുന്നത്. 75ൻ്റെയും 65ൻ്റെയും ആവറേജ് എത്രയാണ്? 60 - 25. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2 ഇക്വേഷൻ കിട്ടി, നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട? കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. യു ജസ്റ്റ് ഡിവൈഡ് ദീസ് 2 ഇക്വേഷൻസ്. കെ ആൻഡ് കെ വിൽ ബി ക്യാൻസൽ. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? ഇത് മുകളിലേക്ക് പോവും. ടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ ഈ തന്നിരിക്കുന്നതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ടി. അപ്പോൾ ടി ഇതിപ്പോൾ 20 അല്ലേ വരുന്നത്? 2 വരും. 2 ടി 5t / 20 അല്ലേ? 5t / 20 = ഇതെത്ര വന്നു? 25 5 52 അല്ലേ വരുന്നത്? 52.5 / 35 അല്ലേ? 35 + 25 = 60. യെസ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? t / 4 അല്ലേ? = ഈ 52/52.5 നമുക്ക് ഇങ്ങനെ എഴുതുന്നതല്ലേ നല്ലത്? 105 / 2 അതായിരിക്കില്ലേ നല്ലത്? 105 അതെ 52.5 52 104. അപ്പോൾ ഇൻറ്റു 35. സോ ദാറ്റ് മീൻസ് t = 105 × 4 / 70 എന്ന് കിട്ടും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ടെമ്പറേച്ചർ ഓഫ് ദ മിക്സർ എത്രയാണെന്ന് കിട്ടി. ഇതിപ്പോൾ ഉദ്ദേശം എത്ര വന്നു? 105 × 4 എന്ന് പറഞ്ഞാൽ 420 അല്ലേ വരുന്നത്? 420
ഡിവൈഡഡ് ബൈ 70. കിട്ടിപ്പോയില്ലേ? 7 × 6. അപ്പോൾ നമുക്ക് റിക്വയർഡ് ടൈം T ഈസ് ഈക്വൽ ടു 6 മിനിറ്റ്സ് എന്ന് കിട്ടും. 80 നിന്ന് 75 ആവാൻ 2 മിനിറ്റ് എടുത്തു. 75 നിന്ന് 65 ആവാൻ 6 മിനിറ്റ് എടുക്കും. ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യേണ്ട, ജസ്റ്റ് ഡു ഇറ്റ്. ഇതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ എന്താണ്, ഫ്രം ഒരു ലിക്വിഡ് 100ൽ നിന്ന് 90 ആവാൻ 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 90ൽ നിന്ന് 80 ആവാൻ, എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ്, എത്ര മിനിറ്റ് എടുക്കും? നമുക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് എന്താണ്, ഇതും 10 ഡിഗ്രി കുറയുന്നു, ഇതും 10 ഡിഗ്രി കുറയുന്നു. ഇത് 5 മിനിറ്റ് ആണെങ്കിൽ ഇതും 5 മിനിറ്റ് ആയിരിക്കില്ലേ? 5 മിനിറ്റ് ആവില്ല ഒരിക്കലും. റൂം ടെമ്പറേച്ചർ ഞാൻ എടുത്തിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. പലരും ഇതും 10 ഡിഗ്രി കുറഞ്ഞു, ഇത് രണ്ടും 10 ഡിഗ്രിയാണ് ഡിക്രീസ് വരുന്നത്. അപ്പോൾ ഇതിന് 5 മിനിറ്റ് അല്ലേ വരുന്നത് എന്നൊരു സംശയം തോന്നാം. ആ സംശയം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഈക്വൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇവിടെ 100 ഡിഗ്രിയിലാണ്, തണുത്തു, 90-ലെത്തി. ഇപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനേക്കാൾ കുറവാണിപ്പോൾ. തണുക്കും തോറും സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയും തോറും എന്ത് കുറയും? റേറ്റ് ഓഫ് കൂളിംഗ് കുറയും. റേറ്റ് ഓഫ് കൂളിംഗ് കുറഞ്ഞാൽ ടൈം ഓഫ് കൂളിംഗ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇത് 5 മിനിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 5 മിനിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനേക്കാൾ, ഇവിടുത്തെ മെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 95 അല്ലേ മക്കളെ? 95 - 20 ടെമ്പറേച്ചർ ഡിഫറൻസ് 75. ഇത് 85 അല്ലേ വരുന്നത്. അപ്പോൾ 85 - 20 അത് 65 അല്ലേ വരുന്നുള്ളൂ. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് കൂടണം? സമയം കൂടണം. സോ ദിസ് ടൈം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 5 മിനിറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെ വരുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് പ്രോസസ്സിനും ഇക്വേഷൻ എഴുതി നോക്കാം. ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ വരുന്നത്? ഇത് 100 - ഇത് T1 ആണ്, ഇത് T2 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇക്വേഷൻ എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ഇക്വേഷന് മനസ്സിൽ എന്തായാലും ഓർമ്മ വേണം. ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ചെയ്തോളൂട്ടാ. അപ്പോൾ ഇവിടെ എന്ത് വരും? 10 T1 - T2 ഡിവൈഡഡ് ബൈ ടൈം വരുന്നത് 5 ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻറ്റു T1 + T2/2 എന്ന് പറഞ്ഞാൽ 95 - 20 ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറയുക? 90 - 80 10 ഡിവൈഡഡ് ബൈ ടൈം അറിയില്ല, ലെറ്റ് ഇറ്റ് ബി T ഈക്വൽ ടു K ഇൻറ്റു ആവറേജ് എത്രയാണ് വരുന്നത്? 85 അല്ലേ? 85 - 20 ഇക്വേഷൻ നമ്പർ 2. നോക്കി മക്കളെ, ഇവിടെ എന്തായാലും ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞു. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞാൽ അവിടെ ടൈം ഓഫ് കൂളിംഗ് കൂടിയിട്ടുണ്ടാവും. രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തോ. രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് ദിസ് K ആൻഡ് K വിൽ ബി ക്യാൻസൽ. 10 and 10 വിൽ ബി ക്യാൻസൽ. സോ ബാക്കി എന്ത് വരും? T ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു ഇത് 75, ഇത് 65. So our required temperature, our required time T. ഞാനിതിന് T സെക്കൻഡ് എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർ റിക്വയർഡ് ടൈം ഇസ് ഈക്വൽ ടു എത്ര വരും? 5 × 65 ഡിവൈഡർ 5 × 75 ഡിവൈഡഡ് ബൈ 65 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 5 × 5 × 15 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ എത്രയാണ് വരുന്നത്? 75 ഡിവൈഡഡ് ബൈ 13. അപ്പോൾ എത്ര വന്നു? 13 × 6 72. ബാക്കി 3 30-ലാണെങ്കിൽ എത്ര വരും? 2. സോ അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് 6.2 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 100 നിന്ന് 90 ആവാൻ 5 മിനിറ്റ് എടുത്തു. പക്ഷേ 90 നിന്ന് 80 ആവാൻ എത്ര മിനിറ്റ് എടുത്തു? 6.2 മിനിറ്റ് എടുത്തു. ഇതേപോലെ തന്നെ ഇനി അടുത്ത് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെരിഫൈ ചെയ്ത് നോക്കാം. 80-ൽ നിന്ന് 70 ആവാൻ, 80 നിന്ന് 70 ആവാൻ ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി 6.2 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഓരോ സിസ്റ്റം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ, അത് പ്രത്യേകം എടുത്ത് പറയണം, ഒരു വെൻ എ സിസ്റ്റം കൂൾസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സറൗണ്ടിങ് ടെമ്പറേച്ചർ, ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ്, the time interval required for equal temperature decrease will be gradually increased. ഇനിയിപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം തണുക്കും തോറും ആ തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടേയിരിക്കും. തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കതിനെ തിയറിറ്റിക്കലി ഇങ്ങനെ എഴുതാം. ഇനീഷ്യലി അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3 ഗ്രേറ്റർ ദാൻ, അങ്ങനെ വേണ്ട.
ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ 100 ഡിഗ്രി ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 99 ആയി, 98 ആയി, 97, 96, അങ്ങനെ കൂൾ ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ വരുന്നത് ഡെൽറ്റ T1 ആണ്, ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ T2 ആണ്, ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ T3, ഇത് ഡെൽറ്റ T4, അങ്ങനെ കുറേ എഴുതാം നമുക്ക്. അപ്പോൾ ഇവിടെ 100 നിന്ന് 99 ആവാൻ ഡെൽറ്റ T1 വേണം, 99 നിന്ന് 98 ആവാൻ ഡെൽറ്റ T2, ഇത് 98 to 97, 97 to 96. ഈ ടൈമുകളുടെ റിലേഷൻ എന്താ മക്കളെ? ഇത് തണുത്തുകൊണ്ടേ ഇരിക്കുകയല്ലേ, ടെമ്പറേച്ചർ ഡിക്രീസസ്, സോ ദ ടൈം ഇൻ്റർവെൽ വിൽ ബി ഇൻക്രീസ്ഡ്. ഇതാണ് ഏറ്റവും കുറവ്, ഇതാണ് ഏറ്റവും കൂടുതൽ. അതായത് ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ് ദ ടൈം റിക്വയർഡ് ഫോർ കൂളിംഗ് വിൽ ബി. ഈ ഒരു ആരോ മാർക്ക് വരച്ച് എനിക്കിപ്പോൾ അത് സംശയം തോന്നും. അപ്പോൾ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ് the time required for equal degree cooling will be increased. So delta T1 will be less than delta T2, less than delta T3, less than delta T4. തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് അവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 തരത്തിൽ പറയാം. തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടും, ചൂടാവും തോറും ചൂടാവാൻ വേണ്ടി വരുന്ന സമയം കുറയും. ഇപ്പോൾ നിങ്ങൾ ചൂടാക്കുകയാണ് സിസ്റ്റത്തിനെ, 96 97 ആയി, 97 98 ആയി, 98 99, 99 100. അപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാകും തോറും ആ ചൂടാവാൻ വേണ്ടി വരുന്ന സമയം ഇപ്പോൾ 80 നിന്ന് 90 ആവാൻ വേണ്ട സമയത്തിനേക്കാൾ കുറവായിരിക്കും 90 നിന്ന് 100 ആവാൻ. കാരണം അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുകയാണ്. ആസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഹീറ്റിംഗ് വിൽ ഇൻക്രീസ്. And as the temperature difference increases, the rate of cooling also increases. So rate of cooling ആണെങ്കിലും rate of heating ആണെങ്കിലും രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിൽ മാത്രമാണ്? സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൽ മാത്രമാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്തോറും റേറ്റ് ഓഫ് കൂളിംഗ് കൂടും, ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്തോറും റേറ്റ് ഓഫ് ഹീറ്റിങ്ങും കൂടും. അപ്പോൾ ഈ ഒരു കാര്യം ഇത് ജസ്റ്റ് നമ്മളുടെ ടെക്സ്റ്റിൽ അങ്ങനെ വല്ലാണ്ട് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കണ്ടമാനം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, പല തവണ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിനെ കൂൾ ചെയ്യുകയാണെങ്കിൽ അത് തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം ഓരോ ഈക്വൽ ഡിഗ്രി കൂളിങ്ങിന് വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. തണുക്കും തോറും തണുക്കാൻ വേണ്ടി വരുന്ന സമയം കൂടും, പക്ഷേ ചൂടാക്കുകയാണെങ്കിൽ ചൂടാവുന്നതിനനുസരിച്ച് ആ ഈക്വൽ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചറിന് വേണ്ടി വരുന്ന സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് 10 ഡിഗ്രിയിൽ നിന്ന് 11 ഡിഗ്രി ആവാൻ വേണ്ട സമയത്തിനേക്കാൾ കുറവായിരിക്കും 11 നിന്ന് 12 ആവാൻ. കാരണം 10 നിന്ന് 11 ആയി, 11 നിന്ന് 12 ആയി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടി വരികയാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്തോറും അതിൻ്റെ അർത്ഥം എന്താണ്? റേറ്റ് ഓഫ് ഹീറ്റിംഗ് കൂടുകയാണ്. റേറ്റ് ഓഫ് ഹീറ്റിംഗ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടൈം ഓഫ് ഹീറ്റിംഗ് കുറയുന്നു, പെട്ടെന്ന് ചൂടായിക്കൊണ്ടിരിക്കും. കൂളിംഗ് ആണെങ്കിൽ നേരെ തിരിച്ചല്ലേ, നമ്മൾ തണുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തണുപ്പിക്കും തോറും സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞു വരും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞാൽ ആര് കുറയും? റേറ്റ് ഓഫ് കൂളിംഗ് കുറയും. റേറ്റ് ഓഫ് കൂളിംഗ് കുറഞ്ഞാൽ ആര് കൂടും? ടൈം ഓഫ് കൂളിംഗ് കൂടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം. ഇപ്പോൾ കൂളിങ്ങിൻ്റെ കേസ്, ഇപ്പോൾ നിങ്ങൾ കൂളിംഗ് ആണ് നടത്തുന്നതെങ്കിൽ വൈൽ കൂളിംഗ് ദ ടൈം വാരീസ് ലൈക്ക് ദിസ്. കൂൾ ചെയ്യും തോറും ഈ കൂൾ ചെയ്യാൻ വേണ്ടി വരുന്ന സമയം കൂടിക്കൊണ്ടേയിരിക്കും, ഈക്വൽ ഡിഗ്രി കൂളിങ്ങിന് വേണ്ടി വരുന്ന സമയം. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അത്യാവശ്യം തറവായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം കലോറിമെട്രി അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ഫേർഡ് ഹീറ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. നൗ യു ഹാവ് ടു മൂവ് ഓൺ ടു ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ്. ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ്, 2ാമത്തെ ടോപ്പിക്കാണിത്. ഇത് കഴിഞ്ഞ് നമുക്കിനി ഒരു ടോപ്പിക്കും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്, ദാറ്റ് ഈസ് തെർമൽ എക്സ്പാൻഷൻ. NCERT-ൽ അത് ഫസ്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഇത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മെയിനായിട്ട് 3 മെത്തേഡുകൾ വഴിയാണ്. ഞാൻ റേഡിയേഷനിൽ നിന്ന് തുടങ്ങുന്നു. റേഡിയേഷൻ, കൺവെക്ഷൻ ആൻഡ് കണ്ടക്ഷൻ. നിങ്ങളാദ്യം കണ്ടക്ഷൻ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഞാനിവിടെ റേഡിയേഷനിൽ നിന്ന് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷനും കൺവെക്ഷനും
കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ഇന്ന് എന്തായാലും നമ്മൾ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കണ്ടക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദാറ്റ് ഈസ് എ വെരി ഹ്യൂജ് ടോപ്പിക്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ഒരു ദിവസം നമുക്ക് കണ്ടക്ഷൻ മാത്രം പറയാം. ഒരൊറ്റ ദിവസം വേണ്ടി വരും കണ്ടക്ഷൻ മൊത്തം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടക്ഷൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് റേഡിയേഷനും കൺവെക്ഷനും ഡിസ്കസ് ചെയ്യാം. റേഡിയേഷനിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്, കൺവെക്ഷനിലും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അത് ഇന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് 1 മണിക്കൂർ മേലെ പോകും. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവും. സോ അടുത്ത ദിവസത്തെ ക്ലാസ് മൊത്തം നമുക്ക് കണ്ടക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, അപ്പോൾ ആ റേഡിയേഷൻ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പ്രോസസ്സുകളുടെ എല്ലാം റേഡിയേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ സോളിഡ്സ്. കൺവെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഹാപ്പൻസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ആൻഡ് റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ it happens in all the states of matter. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസ്. കണ്ടക്ഷൻ അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി അതിൻ്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് സോളിഡിലും ഇത് ലിക്വിഡിലും ഗ്യാസിലും നടക്കുള്ളൂ. ഇത് എല്ലാ സ്റ്റേറ്റ് ഓഫ് മാറ്ററിലും പോസിബിളാണ്. ഇതാണ് അപ്പോൾ 3 ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇതെല്ലാ സ്റ്റേറ്റിലും നടക്കും. ഇത് ലിക്വിഡിലും ഗ്യാസിലും മാത്രം, ഇത് സോളിഡ്സിലും മാത്രം. ഇനി മറ്റെന്തെങ്കിലും അതിന് പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. So let us start with radiation. So we are starting with radiation method of heat transfer. അപ്പോൾ റേഡിയേഷൻ മെത്തേഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ദ ഫസ്റ്റ് പോയിന്റ് വാസ് ഹാപ്പൻസ് ഇൻ ഓൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അതിന് മീഡിയം ആവശ്യമില്ല. ഇപ്പോൾ കണ്ടക്ഷൻ ആണെങ്കിലും കൺവെക്ഷൻ ആണെങ്കിലും അവിടെ ഒരു മീഡിയം വേണം. ഇതിന് റേഡിയേഷൻ ഒരിക്കലും മീഡിയത്തിൻ്റെ ആവശ്യമില്ല. കാരണം സൂര്യനിൽ നിന്ന് ഹീറ്റ് എനർജി നമ്മുടെ ഇവിടേക്ക് വരുന്നുണ്ട്. ഇറ്റ് ട്രാവൽസ് ത്രൂ ദ ഫ്രീ സ്പേസ്. സോ റേഡിയേഷന് ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. മീഡിയം ഉണ്ടെങ്കിലും മീഡിയം ഇല്ലെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്യും. നോ മീഡിയം ഇസ് റിക്വയർഡ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓഫ് ഇൻഫ്രാറെഡ് റീജിയൻ. ഇപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് മാത്രമല്ലല്ലോ വരുന്നത്, എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. പക്ഷേ ആ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഒപ്പം തന്നെ ചൂടും വരുന്നുണ്ട്. ആ വരുന്ന ചൂടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻഫ്രാറെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ഇൻഫ്രാറെഡ് സ്പെക്ട്രം ആക്ച്വലി ഹോൾഡ്സ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് സോളാർ റേഡിയേഷൻ. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നടക്കും. മെറ്റീരിയൽ മീഡിയം നമുക്ക് ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ട്രാവൽസ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓഫ് ഇൻഫ്രാറെഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേവ് ലെങ്ത് വരുന്നത് 7000 ആങ്സ്ട്രോം തുടങ്ങി 11,000 ആങ്സ്ട്രോം വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നാലാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻ ഫ്രീ സ്പേസ് ഇറ്റ് ട്രാവൽസ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത കാര്യം, ഇത് +2 ഉള്ളതാണ് എന്നാലും ജസ്റ്റ് പറയുന്നു. ജസ്റ്റ് ലൈക്ക് ലൈറ്റ് നമുക്ക് ഈ ഹീറ്റിനെ എന്തൊക്കെ ചെയ്യാം? ദിസ് ഹീറ്റ് എനർജി ക്യാൻ ബി സബ്ജക്റ്റഡ് ടു റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ. ഇതെല്ലാം നിങ്ങൾ +2 സെക്കൻഡ് ഇയറിൽ ഒപ്റ്റിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ലൈറ്റിന് എന്തൊക്കെ പ്രോസസ്സുകൾ അണ്ടർഗോ ചെയ്യുന്നുണ്ടോ അതേ പ്രോസസ്സുകൾ തന്നെ നമുക്ക് എന്തിനേയും ചെയ്യിക്കാൻ പറ്റും. ഈ പറയുന്ന ഹീറ്റിനെയും അണ്ടർഗോ ചെയ്യും. അപ്പോൾ പോളറൈസേഷൻ ആൻഡ് ഫൈനലി ഡിഫ്രാക്ഷൻ. ഇതെല്ലാം ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും ഹീറ്റ് ഉണ്ടായിരുന്നുണ്ട്. കാരണം ബോത്ത് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ 4000 to 7000 ആങ്സ്ട്രോം വരെ, ഹീറ്റ് ആണെങ്കിൽ 7000 to 11,000 ആങ്സ്ട്രോം വരെ ഹീറ്റ് കംസ് ഇൻ ദ ഇൻഫ്രാറെഡ് റീജിയൻ. അപ്പോൾ ഇതൊക്കെയാണ് റേഡിയേഷൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല, എല്ലാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും അത് പോസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഈ റേഡിയേഷൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഒബ്ജക്ട്സുകളാണ് നമുക്കുള്ളത്. ഐഡിയൽ ആയിട്ടുള്ള റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ 2 ഐഡിയൽ ഒബ്ജക്ട്സ്. അത് ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ബോഡി എന്നും മറ്റൊരെണ്ണത്തിന് വൈറ്റ് ബോഡി എന്നുമാണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ റേഡിയേഷൻ there can be 2 ഐഡിയൽ ബോഡീസ്. ഐഡിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നമുക്ക് വിചാരിക്കാവുന്ന ഇമാജിനറി ആയിട്ടുള്ള 2 ഒബ്ജക്ട്സ് ആണ്. റേഡിയേഷനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണുള്ളത്. ഒന്ന് ബ്ലാക്ക് ബോഡിയും പിന്നൊന്ന് വൈറ്റ് ബോഡിയാണ്. ഐഡിയലായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അബ്സോർബ്സ് ഓൾ ദ റേഡിയേഷൻസ് ആൻഡ് എമിറ്റ്സ് നത്തിങ്. ഇതാണെങ്കിലോ ഇറ്റ് റിഫ്ലക്ട്സ് ഓൾ ദ റേഡിയേഷൻസ് ദാറ്റ് ഇൻസിഡൻറ്റിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും അബ്സോർബ് ചെയ്യും, ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെ അബ്സോർപ്ഷൻ അതായത് അബ്സോർബിവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ അബ്സോർബിവിറ്റിയുടെ കേസിൽ നമുക്ക് ഈ 2 ബോഡീസിനെ 2 ഐഡിയൽ ബോഡീസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 1 വരും, ഇതിൻ്റെ 0 വരും. അപ്പോൾ അബ്സോർബിവിറ്റി അല്ലെങ്കിൽ എമിസിവിറ്റി 2 തരത്തിലും പറയാം. ഇതാണെങ്കിൽ ഒരാളെ എമിറ്റ് ചെയ്യില്ല, ഇതാണെങ്കിൽ വരുന്ന എല്ലാവരെയും എമിറ്റ് ചെയ്യും. 100% അത് എമിറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമ്മളൊരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ വാസ് എ ലോ കോൾഡ് ആസ് പ്ലാങ്ക്സ് ലോ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ പ്ലാങ്ക്സ് ലോ ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റി പറയുമ്പോൾ എന്താണ്, അപ്പോൾ ആ ലോ പറയുന്നത് എന്താണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക്, ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ of radiation of a black body is directly proportional to 4th power of its temperature. T ടെമ്പറേച്ചറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power of temperature. അപ്പോൾ ഇൻറ്റൻസിറ്റിയെ ഞാൻ എന്തായിട്ട് എഴുതാണ്? I എന്ന് എഴുതുകയാണ്. I ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു T⁴. അപ്പോൾ ഇതിനെ നമ്മൾ മാക്സ് പ്ലാങ്ക് ലോ എന്ന് പറയുന്ന വെച്ചാലും ഇത് ഫോർമുലേറ്റ് ചെയ്തത് സ്റ്റെഫാനും അതുപോലെ തന്നെ ബോൾസ്മാനുമാണ്. മാക്സ് പ്ലാങ്ക്സ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന വെച്ചാലും ഈ ലോ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് സ്റ്റെഫാൻ ആൻഡ് ബോൾസ്മാൻ ആണ്. സോ നമ്മൾ ഈ ഇക്വേഷനെ പറയുന്നത് സ്റ്റെഫാൻ ആൻഡ് ബോൾസ്മാൻ ഇക്വേഷൻ എന്നാണ് പറയുക കേട്ടോ. ഇനി അത് കൺഫ്യൂഷൻ വേണ്ട. പ്ലാങ്ക്സ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാലും ഇതിനെ നമ്മൾ പറയുന്നത് സ്റ്റെഫാൻസ് ഇക്വേഷൻ, ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. തിയറി പ്രപ്പോസ് ചെയ്യുന്നത് മാക്സ് പ്ലാങ്ക് ആണ്, പക്ഷേ ആ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് സ്റ്റെഫാനാണ്. സ്റ്റെഫാൻ ആസ് വെൽ ആസ് ബോൾസ്മാൻ. അപ്പോൾ ഇനി എന്താണ് ഈ ഇൻറ്റൻസിറ്റി എന്നുള്ളത് നമ്മൾ കാണണം. ഇൻറ്റൻസിറ്റി ഓഫ് എനി റേഡിയേഷൻ ഇസ് ദ പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ. പവറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എനർജി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ പവർ, ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ പോരെ, ഏരിയ. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു T⁴ ആണ്. സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മളതിനെ ഇക്വേഷനാക്കി മാറ്റി. ഇപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞൊരു പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താ ഇൻറ്റൻസിറ്റി? പുതിയ ക്വാണ്ടിറ്റി പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷൻ നോക്കണം. പവർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാട്ടല്ലേ പവറിൻ്റെ യൂണിറ്റ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മീറ്റർ സ്ക്വയർ വരും. വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എഴുതാൻ പറ്റുമല്ലോ നമുക്ക്. ml² T⁻³ ഡിവൈഡഡ് ബൈ L². സോ ദ യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റീസ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഇൻറ്റൻസിറ്റീസ് mT⁻³ എന്ന് കിട്ടും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു തവണ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ I ഈസ് ഈക്വൽ ടു σT⁴ ആണ്. ദിസ് intensity can be written as Q divided by T into A, അല്ലെങ്കിൽ the heat absorbed or rejected, total heat absorbed or rejected can be written as sigma A T⁴ into small t. ഇത് ആർക്കാണ്? ഒരു ബ്ലാക്ക് ബോഡിക്കാണ്. ഒരു ബ്ലാക്ക് ബോഡി അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജിയാണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് ഈ സിഗ്മയുടെ വാല്യൂ അറിയില്ല. സിഗ്മയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഫ്രം ദിസ് ഇക്വേഷൻ. ഇൻറ്റൻസിറ്റിയുടെ
യൂണിറ്റ്, ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 5.67 ഇൻറ്റു 10⁻⁻8. ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? വാട്ട് പെർ മീറ്റർ സ്ക്വയർ അല്ലേ മക്കളെ? പിന്നെ ആരാ വരുന്നത്? T⁴ എന്ന് പറയുമ്പോൾ കെൽവിൻ പവർ 4 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ യൂണിറ്റിനെ നമുക്ക് വേണമെങ്കിൽ എന്താ എഴുതാം? വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റൈസ് ടു -4. ഓക്കെ, സ്റ്റെഫാൻസ് കോൺസ്റ്റൻ്റെ യൂണിറ്റും ഡയമെൻഷനും ഓർമ്മിച്ച് വെക്കണം. അതും പഴയ ഒരു APMT പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ചോദിക്കാം, അതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും പഴയ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ സ്റ്റെഫാൻസ് കോൺസ്റ്റൻ്റെ വാല്യൂ 5.67 ഇൻറ്റു 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ കെൽവിൻ റൈസ് ടു 4. ഇതൊന്ന് ഈ ഒരു സംഭവം ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഡയമെൻഷൻ വേണമെങ്കിൽ നിങ്ങളതിനെ എഴുതിക്കോളൂട്ടോ. അതിൻ്റെ ഡയമെൻഷൻ എഴുതാൻ പറ്റുമല്ലോ? നോക്കാമല്ലോ നമുക്ക്. ഇത് വാട്ട് എന്ന് പറയുമ്പോൾ ml² T⁻³ ഡിവൈഡഡ് ബൈ m² എന്ന് പറഞ്ഞാൽ അത് മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ L² അല്ലേ? ഇത് K⁴ തന്നെ കട്ടായി പോയില്ലേ? സോ എന്ത് കിട്ടും? mt⁻³ K⁻⁻4 എന്ന് കിട്ടും. mt⁻³ K⁻⁻4. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് I0 = സിഗ്മ ഇൻറ്റു T⁴ ആണ്. പക്ഷേ എല്ലാം ഐഡിയൽ ബ്ലാക്ക് ബോഡി ആവണമെന്നില്ല. ഇപ്പോൾ ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്ത് ഒന്നിനെയും എമിറ്റ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നോർമൽ ഒബ്ജക്റ്റ് ആണ്. നോർമൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അത് ബ്ലാക്ക് ബോഡി ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ അബ്സോർപ്റ്റീവ് പവറും നമ്മുടെ ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡിയുടെ അബ്സോർപ്റ്റീവ് പവറും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് എടുക്കണം. ഇപ്പോൾ ബ്ലാക്ക് ബോഡിയുടെ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് I0 ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു നോർമൽ ഒബ്ജക്റ്റ്, അതിൻ്റെ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ I ആണ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഓഫ് ദ ഗിവൺ ബോഡി divided by the intensity of radiation of an ideal black body is called as the അതിനെ നിങ്ങൾക്ക് അബ്സോർപ്റ്റീവ് പവർ എന്നോ അല്ലെങ്കിൽ വൈറ്റ് ബോഡി ആണെങ്കിൽ നമ്മളതിനെ MC പവർ എന്ന് പറയും. ഇവിടെ ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് I/I0 is called as E. അതിനെ നമ്മൾ പറയുന്ന പേര് എമിസിവിറ്റി എന്ന് കാണാം, അല്ലെങ്കിൽ അതിനെ എന്തെന്നും പറഞ്ഞാൽ മതി, അബ്സോർപ്റ്റീവ് പവർ എന്നും പറയാം. അബ്സോർപ്റ്റീവ് പവർ എന്തായാലും. അപ്പോൾ I/I0 എന്ന് പറഞ്ഞാൽ അത് E ആണ്. E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഈയുടെ വാല്യൂ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഈയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. ഐഡിയൽ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അബ്സോർപ്റ്റീവ് പവർ എത്രയാണ്? 1 ആണ്. ഒരു ഐഡിയൽ വൈറ്റ് ബോഡി ആണെങ്കിൽ അത് എത്രയാണ്? 0 ആണ്. നമ്മൾ എടുക്കുന്ന ഒരു നോർമൽ ഒബ്ജക്റ്റ് ആണ്. അത് ഐഡിയൽ വൈറ്റ് ബോഡി അല്ല, ഐഡിയൽ ബ്ലാക്ക് ബോഡി അല്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ എത്രയായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. 0നേക്കാളും കൂടുതലാണ്, എന്നാൽ ഐഡിയൽ ബ്ലാക്ക് ബോഡിയേക്കാളും കുറവാണ്. അപ്പോൾ I/I0 = E എന്ന് കിട്ടി. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ യു ഗോട്ട് I = എത്രയാണ്? I/I0 = E അല്ലേ മക്കളെ? E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് നമ്പർ. അപ്പോൾ I = എന്തായിട്ട് പറയാം? E ടൈംസ് I0, and you know the value of I0. So എന്ത് എഴുതാം? E ഇൻറ്റു സിഗ്മ ഇൻറ്റു T⁴. So I = സിഗ്മ E T⁴ for some another body and I0 = സിഗ്മ T⁴. ഇതാരുടെയാണ്? ഈ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി. ഇത് ഒരു നോർമൽ ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെഫാൻസ് ലോ. ഇത് സ്റ്റെഫാൻസ് ലോ വെച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ, ആവശ്യം വരുന്ന കാര്യമാണ്. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണെങ്കിലും ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുള്ള കാര്യങ്ങളാണ് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതുപോലെ തന്നെ ഈ നമ്മുടെ സ്റ്റെഫാൻസ് ലോ ഒക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ. ഇനി നമുക്ക് അടുത്ത ഇതിൽ പറയാനുള്ളത് റേഡിയേഷനിൽ ഇനി നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു ചെറിയൊരു ലോ പറയാനുണ്ട്. ആ ലോയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നിർത്താം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റേഡിയേഷൻ നടക്കുന്ന സമയത്ത് ഒരു സിസ്റ്റം പല ടെമ്പറേച്ചറുകളിൽ റേഡിയേഷൻ നടത്തുന്നുണ്ടാവും. അപ്പോൾ വീൻസ് ലോ പറയുന്ന അനുസരിച്ച് ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ ബ്ലാക്ക് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്നോ ഹീറ്റ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തിൽ ഹീറ്റ് റേഡിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ്സ് ദ പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്ന അനുസരിച്ച്, ലോ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് വീൻസ് ലോ പറയുന്നത്. സോ വി ആർ ദിസ് ഇസ് കോൾഡ് ആസ് വീൻസ് displacement law. Wavelength corresponding to maximum intensity is inversely proportional to temperature. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാംഡ ഈക്വൽ ടു ബി ബൈ ടി എന്ന് പറഞ്ഞ് ഇക്വേഷൻ ആക്കി മാറ്റും. ആൻഡ് ദിസ് ബി ഈസ് കോൾഡ് ആസ് വീൻസ് കോൺസ്റ്റൻറ്റ്. വീൻസ് കോൺസ്റ്റൻ്റെ വാല്യൂ വരുന്നത് 2.88 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിനാണ്. മീറ്റർ ഇൻറ്റു കെൽവിൻ. ലോ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്ന സമയത്തുള്ള വേവ് ലെങ്ത് ആണ്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വാരിയേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനർജി വേഴ്സസ് ലാംഡ ഇതുപോലെ റേഡിയേറ്റ് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റിനെ എടുത്തു കഴിഞ്ഞാലും യു വിൽ ബി ഗെറ്റിംഗ് ദ ഗ്രാഫ് ലൈക്ക് ദിസ്. ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് എക്സ്പെരിമെൻ്റലി കിട്ടുന്നത്. അപ്പോൾ ഈ ഇ ഓഫ് ലാംഡ എനർജി, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് റെപ്രസെൻറ്റ്സ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതാണ് മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്നത്. ഇൻറ്റൻസിറ്റി കറസ്പോണ്ടിങ് ടു ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത്. ഇതല്ല മാക്സിമം ഇൻറ്റൻസിറ്റി ആയിട്ട് വരുന്നത്. സോ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റേഡിയേഷൻ നടക്കുന്നത് ഇത് പല വേവ് ലെങ്ത്തുകളിൽ അതിൽ നിന്നുള്ള റേഡിയേഷനാണ്. ആ റേഡിയേഷനിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആ ഇൻറ്റൻസിറ്റി മാക്സിമം ഇൻറ്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ. സപ്പോസ് ഇഫ് യു ആർ കീപ്പിംഗ് ദ ബോഡി അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് ടി, നമ്മളോട് വീൻസ് ലോ പറയുന്നത് എന്താണ്? ദിസ് ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനെ വെച്ചുകൊണ്ട് ഒരു 2-3 ഗ്രാഫ് വരച്ചിട്ടുണ്ട് മക്കളെ, നോക്കിക്കോ. ഇത് ഇ ഓഫ് ലാംഡ, ദിസ് ഇസ് ലാംഡ. നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ 3 കർവുകൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 3 കർവുകൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ 3 കർവുകളാണ് തന്നിട്ടുള്ളത്. ദിസ് ഇസ് ഇപ്പോൾ 3 പേരുടെയും ഇൻറ്റൻസിറ്റിയിലുള്ള വാരിയേഷൻ നിങ്ങൾക്ക് അറിയാം. 3 എണ്ണം പറയുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുകളിലാണ്. ദിസ് ഇസ് റീച്ചിങ് ദ മാക്സിമം വേവ് ലെങ്ത് അറ്റ് എ വേവ് ലെങ്ത് ഓഫ് ലാംഡ 1. ദിസ് ഇസ് റീച്ചിങ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി അറ്റ് wavelength of lambda 2, and this reaches the maximum intensity at a wavelength of lambda 3, and these are kept at different temperatures. either T1 ടെമ്പറേച്ചറിലും ഈ ബോഡി T2 ടെമ്പറേച്ചറിലും ഈ ബോഡി T3 ടെമ്പറേച്ചറിലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത്തുകൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് ലാംഡ. അപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം എന്താണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ T1, T2 ആൻഡ് T3.